ഇതാണ് SI2Kയുടെ ഒരു പ്രത്യേകത. SI2Kയിൽ നിങ്ങളിപ്പോൾ കണ്ട ഷോട്ട് സാധാരണ ഒരു ക്യാമറയിൽ ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ ക്യാമറയുടെ ഇപ്പോൾ ഫ്രണ്ടിലെ ലെൻസ് നമ്മൾ ഊരിയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്, ഹെഡ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ ഇവിടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഇവിടെ ഈ ഹെഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വാക്വം ഗ്രിപ്പിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നുള്ള കണക്ഷൻ കേബിൾ കണക്ട് ചെയ്തിട്ട് അത് ക്യാമറയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇതിൽ ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഈ ഡോറ് അടയ്ക്കുമ്പോൾ ഈ ലെൻസ് ഏതാണ്ട് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരിക്കലും ഒരു ക്യാമറ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഷോട്ടുകൾ വേണ്ടി വന്നാൽ അതിന് ഏറ്റവും ബെസ്റ്റ് ഈ ക്യാമറയാണ്. ഇത്തരം ഷോട്ടുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരം ഷോട്ടുകൾ വളരെ അത്യാവശ്യമായിട്ട് ആക്ഷൻ സിനിമകളിലൊക്കെ ധാരാളം ആവശ്യം വരാറുണ്ട്. ഇത്തരം കൺജസ്റ്റഡ് ഏരിയയിൽ ഇപ്പോൾ നായകൻ സുരേഷ് ഗോപിയോ മമ്മൂക്കയോ ലാലേട്ടനോ ഒക്കെ വണ്ടി ഇങ്ങനെ ചവിട്ടി നിർത്തിയിട്ട് അതിന് ഇറങ്ങി വരിക അല്ലെങ്കിൽ ചാടി കയറി ഇരുന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഷോട്ടുകളിൽ ഈ ആംഗിളിൽ നിന്നുള്ള ഷോട്ട് എടുക്കാൻ ഇത് ഭയങ്കര സഹായമാണ്. മെയിനായിട്ട് അതിന് 2K റെസൊല്യൂഷൻ ഉണ്ട്. മറ്റ് P2 അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ക്യാമറാസിനെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതിനുള്ളൊരു എനിക്ക് തോന്നുന്നൊരു വലിയൊരു അട്രാക്ഷൻ SI2Kയോട് ഉള്ളതെന്നു വെച്ചാൽ അതിൻ്റെ ലെൻസ് ഡിറ്റാച്ച് ചെയ്ത് ഷൂട്ട് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളാണ്. ഏത് ആംഗിൾസിലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വളരെ കംഫർട്ടബിളായിട്ട്. പിന്നെ അതിൻ്റെ ആ ലെൻസ് ക്യാമറ ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് നന്നായിട്ട് അതിനെ മൂവ്മെൻറ്റ്സുകൾ കോറിയോഗ്രാഫ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്ക്രിപ്റ്റ് വൈസായിട്ടൊക്കെ. ഇതൊരു ഓഡി കാറാണ്, വളരെ വില കൂടിയ കാറാണ്. ഈ കാറിൽ സാധാരണ ഇതിൽ നമ്മൾ മുമ്പൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വാക്വം ഗ്രിപ്പിൽ വെച്ചിട്ട് ആണ് ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള സാധനം മൊത്തം കാറിൻ്റെ മുമ്പിൽ വയ്ക്കും. സാധാരണ ഗതിയിൽ ഇത്രയും വില കൂടിയ കാറിലൊന്നും ആരും അത് വെക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഈ ക്യാമറ ഉണ്ടെങ്കിലത്തെ ഗുണം ഇതിൻ്റെ ലെൻസ് മാത്രം എടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ വയ്ക്കാം. വയ്ക്കുക, അതിന് കേബിൾ കണക്ട് ചെയ്തിട്ട് ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ കാറിന് ഒരു കുഴപ്പം പറ്റില്ല. മാത്രമല്ല കൺവീനിയൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡോറിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന കാണിച്ചതുപോലെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഏത് ലെൻസ് വേണമെങ്കിലും ഇതിൽ ക്ലോസ് റേഞ്ച് വേണമെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യും. അപ്പം ഈ ക്യാമറ ഇതിന് ഏതാണ്ട് ഒരു 10-20 മീറ്റർ ലെങ്ത്ത് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ വേറൊരു കാറിൽ ഇതിൻ്റെ മെയിൻ ബോഡി വേറൊരു കാറിൽ വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ പുറകിൽ സേഫായിട്ട് ലെൻസിൽ വരാത്ത മാതിരി ഫിക്സ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്ന അത്രയും കൺവീനിയൻ്റ് ആണ് ഈ ചെറിയ പോർഷൻ, ഈ ലെൻസ് മാത്രം മാറ്റി വയ്ക്കുക എന്നുള്ളത്.